നമുക്ക് NSSന്റെ ഇവരുടെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് കലോത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ കച്ചവടം? ഞങ്ങൾ പറയുമ്പോൾ ചെറിയൊരു യൂണിറ്റിൽ ചെറിയൊരു ഫണ്ടിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. ഏകദേശം 6000 രൂപ തൊട്ട് ഇന്നലത്തെ ഞങ്ങളെ പ്രോഫിറ്റ് പറയുന്നത് ഏകദേശം 11,000 രൂപയാണ്. ആൾക്കാർ നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പുറത്ത് കുടുംബശ്രീ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ സപ്പോർട്ട് തന്നെ കിട്ടിയിരിക്കണു. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ ഈ ആൾക്കാർ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല തിരക്കാണ്. എനിവേ ഇങ്ങനെ സ്റ്റാൾ ഇട്ടുന്ന സ്കൂളുകാരോട് ഞങ്ങൾക്ക് നന്ദി പറയാണ്ട്. താങ്ക്സ്. നിങ്ങൾ ടോട്ടൽ എത്ര NSS വളണ്ടിയർമാരുണ്ട്? ഞങ്ങൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂട്ടിയിട്ട് 100 വളണ്ടിയേഴ്സ് ഉണ്ട്. അത് ഓരോരുത്തരും ഓരോ വർക്കിന് വിട്ടിട്ടാണ്. ഞങ്ങൾ ഈ സ്റ്റാളിന് മാത്രം 8 വളണ്ടിയേഴ്സ് ഉണ്ട്. ഇതിന്ന് കിട്ടുന്ന ഈ ഒരു തുക നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? ഞങ്ങളെ സ്കൂളിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള പിന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ട് കുറെ കുട്ടികളുണ്ട്. അവരെ അമ്മമാർക്ക് ഒരു ജീവിതമാർഗം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ ഫണ്ട് ഉപയോഗിക്കും. നിങ്ങൾ ഇങ്ങനെ ഈ കലോത്സവത്തിനോടനുബന്ധിച്ചല്ലാതെ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളത്? ഞങ്ങൾക്ക് കുറെ ജീവകാരുണ്യ പ്രവൃത്തികളുണ്ട്. ഞങ്ങൾ യൂണിറ്റിന് ഫണ്ടായ പൈസ വെച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തർക്കും വയ്യാത്ത കുട്ടികൾക്ക് ഓരോന്ന് മേടിച്ചു കൊടുക്കുക. ഒരു അംഗനവാടി പോയി വിസിറ്റ് ചെയ്യുക, ഓർഫനേജ് വിസിറ്റ് ചെയ്യുക, അവരെ ഒരു നേരം സന്തോഷിപ്പിക്കുക. അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും ചുറുചുറുക്കായി ഇങ്ങനെ ഒരു സ്റ്റാൾ സംഘടിപ്പിക്കുകയും അത് പൂർവാധികം ഭംഗിയാക്കി, ബാക്കി മാത്രമല്ല ഇവരുടെ പ്രവർത്തനങ്ങൾ. വേറൊരു വളണ്ടിയർ ഉണ്ട്, നമുക്ക് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ പ്രവൃത്തിയെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ നല്ല നല്ല ചെയ്യണത്. ഇതിലൂടെ ഞങ്ങള് ഭയങ്കര ജീവകാരുണ്യ പ്രവർത്തികളാണ് ചെയ്യുന്നത്. ചാരിറ്റി അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പെൺകുട്ടികൾ എത്ര പേരുണ്ട്? പെൺകുട്ടികൾ ഇതിലിപ്പോ ആകെ 5 പേരേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള വോളണ്ടിയേഴ്സിനൊക്കെ വേറെ വേറെ സ്ഥലത്തേക്ക് നിർത്തിക്കുക. ഡിസിപ്ലിൻ കമ്മിറ്റി അങ്ങനെ ഓരോ സ്ഥലത്തേക്ക്. ഇവിടെ പക്ഷെ 5 പേരേ ഉള്ളൂ. തിരക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഓരോ കമ്മിറ്റികൾക്ക് 14 സ്റ്റേജിലെ അവരൊക്കെ ആൾക്കാരുടെ ആവശ്യമില്ലേ? അത് കാരണം ഇപ്പൊ കുഴപ്പമില്ല. ശനിയാഴ്ച വൈകുന്നേരമല്ലേ ഇത് അവസാനിക്കുന്നത്? അപ്പോഴേക്കും നിങ്ങൾ വല്ലാതെ ക്ഷീണിക്കുമോ? അത് അറിയില്ല, നോക്കണം. അപ്പൊ കുഴപ്പമില്ല. കച്ചവടമൊക്കെ നന്നായിട്ടുണ്ട്, നല്ല സഹകരണം ഉണ്ട്. ഈ കലോത്സവം നടക്കുകയാണല്ലോ, നിങ്ങളുടെ ഇടയിൽ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അവനെ വിളിച്ചോ. പാട്ട് പാടുന്നൊക്കെ പറയുന്നുണ്ട്. പേരെങ്ങനെയാ? ഇയാളുടെ പേരെങ്ങനെയാ? പാട്ട് പാടുന്ന പറയുന്നുണ്ട്. ഒരു 4 വരി പാട്ട് പാടിയാലോ? 4 വരി പാട്ടോ? 4 വരി മതി. 4 വരി പാട്ട് പറയുമ്പോ എന്താ പാടുക? പാടാം. മഴ മാറി നിന്ന് മരുവായി തീർന്ന മനതാരിനടിയിൽ പൊടിയൊന്നു സംസം. മഴ മാറി നിന്ന് മരുവായി തീർന്ന മലതാരിനടിയിൽ പൊടിയൊന്നു സംസം. കൽബിനകമേ കബ പണിതേ ഹജ്റുൽ അസ്വദായി നീയും പതിഞ്ഞേ ഹിജ്റ പോയിടേ റൂഹ് പിടഞ്ഞേ കിബ്ല തിരിഞ്ഞേ കിബ്ര വെടിഞ്ഞേ. നന്നായിരുന്നു. ഇനി ഇതുപോലെ കലോത്സവങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റാൾ ഇടാനും അതുപോലെ തന്നെ നന്നായി കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടും ആശംസിക്കുന്നു. ഓക്കെ. ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു. ശമ്പളത്തിന് പുറമെ TA, DA ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ്. NBFC ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന. താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക. ഫോൺ 8073643133 9496248346.